തനി നാടൻ സ്റ്റൈലുള്ള ഒരു ബീഫ് കറിയുടെ റെസിപ്പിയാണെന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റ് ട്രൈ എന്ന് തന്നെ പറയാം. കഴുകി വൃത്തിയാക്കിയ ബീഫ് ആദ്യം നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. അതിലേക്ക് നമ്മൾ വെറും കുരുമുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ടാണ് ഇത് വേവിക്കുന്നത്. 2 വിസിലടിച്ചാൽ പ്രഷറെല്ലാം പോയതിനു ശേഷം ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കി മല്ലി, മുളക്, കുരുമുളക്, 2 ടൈപ്പ് ജീരകം, വലിയ ജീരകം, ചെറിയ ജീരകം ഇത് മാത്രം ചേർത്താൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഒപ്പം ആവശ്യത്തിനുള്ള ഉപ്പും. ഇവയെല്ലാം നന്നായി ഒന്ന് കുക്കായി വരുന്ന സമയത്ത് നമുക്ക് ഇനി ഇതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഒപ്പം തന്നെ അല്പം പച്ചമുളകും. ഇവയെല്ലാം തീ പരമാവധി വളരെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കുക്ക് ചെയ്യുക. എന്നാൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഫ്ലേവറും സ്മെല്ലും ടേസ്റ്റും ഒക്കെ കറക്കി കിട്ടുള്ളൂ. ഇനി നമ്മൾ കുക്കറിൽ നിന്നും നേരെ ബീഫ് ഇതിലേക്ക് കമഴ്ത്തി ആ വെള്ളത്തിൽ തന്നെ നമ്മളിത് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഇനി നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഒരു 3 സ്പൂണാണ് നമ്മൾ ഇതിലേക്ക് ആദ്യം ആഡ് ചെയ്യുന്നത്. പിന്നീട് എരിവും ടേസ്റ്റൊക്കെ നോക്കി വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ചേർത്താൽ മതിയാകും. ഒരു 2 കിലോ ബീഫിലേക്ക് ഈ ഒരു 3 സ്പൂൺ അളവിൽ ഇത് വളരെ പാകമാണ്. ഇതിലേക്ക് നമ്മൾ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് സ്ലോ ഫ്ലെയിമിൽ വീണ്ടും നന്നായി കുക്ക് ചെയ്യുക. ഏകദേശം ഇതിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ട് കുറുകി വരുന്ന സമയത്ത് വേണം നമ്മളിതിലേക്ക് 1 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതുകൂടി ആയി കഴിഞ്ഞാൽ നമ്മുടെ പ്രിപ്പറേഷൻ എല്ലാം ഇവിടെ കംപ്ലീറ്റ് ആയി. ഫൈനലി നമ്മൾക്കിതിൽ മല്ലിയിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളി നാടൻ സ്റ്റൈലിലെ ബീഫ് കറി റെഡി.